ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പീറ്റർ പാൻ കോളറിൽ ഒരു ഡിസൈനർ കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 മീറ്ററിൻ്റെ വിചിത്ര സിൽക്സ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇത് മീറ്ററിന് 60 രൂപയാണ് വില വരുന്നത്. ഇനി ഇതിന് ചേരുന്ന ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് എടുത്തത്. 2 മീറ്ററാണ് ലൈനിങ് എടുത്തത്. ഈ കുർത്തിയിൽ സ്കേർട്ട് ഭാഗത്തും ബോക്സ് പ്ലീറ്റും സ്ലീവിലും ബോക്സ് പ്ലീറ്റ് വരുന്ന ഒരു മോഡൽ കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ യോക്കിന് വേണ്ടിയിട്ട് ക്ലോത്ത് 4 ആക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. നമ്മൾ ഫോൾഡഡ് ഭാഗത്തു നിന്നും ഷോൾഡർ മാർക്ക് ചെയ്യുക. 6.25 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്തു. താഴെയും 6.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് താഴെ ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. അപ്പം ഞാൻ മെയിൻ ഫാബ്രിക്കിലാണ് ഈ മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 40 ഇഞ്ചാണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. അപ്പം ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത്ത് പറയാൻ വിട്ടുപോയി. യോക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 14.5 ഇഞ്ച്. 1 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 15.5 ഇഞ്ചിലാണ് ഞാനിവിടെ യോക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി താഴെ നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ് വരുന്നത്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഈ 2 പോയിൻറ്റ്സും നമ്മളിവിടെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി താഴെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡ് വശത്തേക്ക് ഇതുപോലെ നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. കുറച്ച് ക്ലോസ് ആയിട്ട് കഴുത്തിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ നെക്ക് വിഡ്ത്തിൽ നിന്നും ഇതുപോലെ ഒരു ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുക. ഇനി ആം ഹോൾ വരച്ചതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ആ കോർണർ ഭാഗത്തു നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സെൻറ്റർ ഭാഗത്തു നിന്നും 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. തൊട്ട് താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ വരച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. നമ്മൾ പീറ്റർ പാൻ കോളർ ചെയ്യുമ്പോൾ അധികം താഴേക്ക് നെക്ക് ഇറക്കണ്ട. അപ്പോൾ 3.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തു. നമ്മളിത് യൂനെക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്കും നമുക്ക് അധികം ഇറക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ ബാക്കിലും നമ്മളൊരു യൂനെക്കാണ് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നെക്കും കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിത് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ചീത്ത സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബാക്ക് പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ലൈനിങ്ങും ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ 2 ആക്കി മടക്കി വെച്ചു. നമുക്ക് നെക്ക് വളരെ ചെറുതായതുകൊണ്ട് നെക്കിൻ്റെ താഴേക്ക് നമുക്കിതുപോലെ ഒരു 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിലൂടെ ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ബാക്ക് പാർട്ട് നിവർത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഞാൻ സ്ലീവിനുള്ള ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. ഞാൻ ഈ കുർത്തിയിലെ ഫുൾ ലെങ്ത് എടുക്കുന്നത് 45 ഇഞ്ചാണ്. നമ്മൾ യോക്ക് എടുത്തിരിക്കുന്നത് 14.5 ഇഞ്ചാണ്. അപ്പോൾ 45 നിന്നും 14.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 32 ഇഞ്ചിൽ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് മുകൾ ഭാഗം ഫോൾഡഡ് ആണ്. നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ നിന്നും ഒരു പീസ് നമ്മളിവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് യോക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കുക. ആ ബാക്ക് യോക്കിൻ്റെ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണ് അതാണ് നമ്മൾ താഴത്തെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെരിച്ച് ആ അറ്റത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ ബാക്ക് പാർട്ടിൽ എ ലൈനായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി താഴെ നിന്നും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇതുപോലെ നമ്മൾ ആ ഭാഗം താഴേക്ക് തൂങ്ങി വരാതിരിക്കാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഇതുപോലെ എടുത്ത് നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്. ഈ ഫോൾഡഡ് സൈഡ് വരുന്ന ഭാഗത്ത് നിന്ന് ഞാനിവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. നമ്മളിവിടെ ബോക്സ് പ്ലീറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ വരെ നമ്മളിവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് ആ ലൈനിൽ ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ബാക്ക് പാർട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ അവിടെ ആ ലൈൻ വരച്ച ഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. നമുക്ക് അവിടെയാണ് ബോക്സ് പ്ലീറ്റ് വരേണ്ട ഭാഗം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി ആ ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴേക്ക് കുറച്ച് ക്ലോത്ത് നമുക്കിവിടെ കുറവുണ്ട്. അപ്പോൾ നമുക്കവിടെ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത ആ സൈഡ് ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ആ പീസാണ് ഞാൻ ആ ഫ്രണ്ട് പാർട്ടിൽ കുറവുള്ള ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഞാനിവിടെ 4 മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവിലും ബോക്സ് പ്ലീറ്റ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഈ ബോക്സ് പ്ലീറ്റ് വെച്ചിട്ട് സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. ആകെ 10.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഞാൻ മുകളിൽ നിന്നും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ പഫായിട്ടാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ സ്കെയിൽ വെച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഈ വരച്ചു കൊടുത്ത ഭാഗത്താണ് നമ്മൾ ആം ഹോളിൻ്റെ കർവ് മാർക്ക് ചെയ്യുന്നത്. 9.5 ഇഞ്ചാണ് അത് ഞാൻ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും മുകളിലേക്ക് ആം ഹോൾ ഷേപ്പ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ ലൈനിൽ നിന്നും സ്ലീവിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചെടുത്തു. ഈ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച ഭാഗത്ത് നിന്ന് ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പഫ് വയ്ക്കാനാണ്. മുകളിൽ നിന്നും ഇതുപോലെ 5 ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴെ നമുക്ക് എത്രയാണ് കൈവണ്ണം വരുന്നത് അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ ഒരു 5.25 ഇഞ്ചാണ് വരുന്നത്. 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് ബോക്സ് പ്ലീറ്റിനായിട്ട് ഒരു 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പായിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഷേപ്പ് ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ അറ്റത്തും നമുക്കൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ എവിടെയും വരെയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ളത് ആ ഭാഗത്തും നമ്മളൊരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനവിടെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡ് വശം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഭാഗത്തേക്ക് ഒരു പടിയും കൂടി ഇവിടെ വെച്ച് കൊടുക്കാനുണ്ട്. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ബാക്ക് പാർട്ടാണ് നിവർത്തി ഇട്ടിരിക്കുന്നത്. ലൈനിങ്ങും നിവർത്തി ഇട്ടിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ് വീതി വരുന്നത്. ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. ഇനി ഈ പീസ് 2 മടക്കിയെടുക്കുക. സെൻറ്ററിൽ 2 മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിലൂടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പീസിൻ്റെ സെൻറ്ററാണ് നമ്മളിവിടെ കട്ട് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ 1/4 ഇഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ താഴത്തെ ഭാഗം ഒരു വി ഷേപ്പിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. ആ സെൻറ്റർ ഭാഗത്തൊരു ചെറിയ കട്ടിങ് ഇടുക. സൈഡ് വശത്തും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക, സ്റ്റിച്ചിൽ കൊള്ളാതെ. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക. അപ്പം ഞാനത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാനവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഉൾസൈഡിൽ ഈ പീസ് ഒന്ന് മടക്കിയിട്ട് ഞാനിവിടെ പിൻകുത്തി വെക്കുകയാണ്. അപ്പോൾ ചുറ്റും ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കി പിൻകുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചുറ്റും പിൻകുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ഈ ലൈനിങ് ക്ലോത്തുമ്മ മാത്രമാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. അപ്പോൾ ലൈനിങ് ക്ലോത്തിൽമ മാത്രം കൊള്ളുന്ന രീതിയിലാണ് ഞാൻ മെയിൻ ക്ലോത്ത് മാറ്റിയിട്ടിട്ട് കണ്ടത്. അപ്പോൾ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് വരുന്നില്ല, ലൈനിങ് ക്ലോത്തിൽ മാത്രം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇവിടെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 സൈഡിലാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും വരുന്നത്. നമുക്കിത് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് പീറ്റർ പാൻ കോളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് 4ആക്കി മടക്കിയെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 4 പീസ് ക്ലോത്ത് എടുക്കുക. 4ആക്കി മടക്കിയിട്ട് ഈ പീസിൻ്റെ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ 4 പീസ് എടുക്കുക. ഞാൻ അതിന് ശേഷം ഇവിടെ പിൻ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ച ആ ഫ്രണ്ടും ബാക്കും ഇതുപോലെ മടക്കി വെച്ചത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം അതിൻ്റെ താഴെയാണ് ഞാൻ ഈ പീസ് വെച്ച് കൊടുത്തിരിക്കുന്നത്, ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഷോൾഡർ വരുന്ന ഭാഗത്ത് നമുക്കൊരു അവിടെ താഴെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത്. അപ്പോൾ ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ താഴെ എഴുതി വയ്ക്കുകയാണ് ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ട് മാറ്റിയിടാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലാണ് നമുക്ക് കുറച്ചും കൂടി കോളറിന് വിടുത്ത് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പിനായിട്ട് ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടി 2.25 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ആ സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ വരെ ഞാൻ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടിൽ. ബാക്ക് പാർട്ടിൽ നമുക്ക് ഒരു 2 ഇഞ്ച് വിടുത്ത് മതി. ബാക്ക് പാർട്ടിൽ കുറച്ച് വിടുത്ത് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടി 2.25 ഇഞ്ചിലാണ് ഞാനിവിടെ ബാക്ക് പാർട്ടിൽ ഇതിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ആ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുന്നവരെ നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ലൈൻസ് എല്ലാം നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഞാനിവിടെ പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോളറിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ആംഹോൾ കർവിൻ്റെ സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ വളച്ച് വെച്ച് ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ വരച്ച അതേ ഷേപ്പിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തു. നമുക്കിവിടെ 4 പീസാണ് കിട്ടുന്നത്. നമുക്കിത് 2 പീസ് ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ സൈഡ് വശത്ത് കൂടെ നമ്മൾ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. 2 പീസിലും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എഡ്ജ് ഭാഗങ്ങളിലെല്ലാം നമ്മൾ എന്തെങ്കിലും മൂർച്ചയുള്ളൊരു പെൻസിലെങ്ങാനും ഉപയോഗിച്ച് നമ്മളൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ 2 പീസും ഇതുപോലെ തന്നെ നല്ല വശങ്ങളെ പുറത്തേക്ക് എടുത്ത് ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് അയൺ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് ഇതുപോലെ ഞാൻ നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ വിടുത്ത് കൂടിയ വശമാണ് ഫ്രണ്ടിലേക്ക് വരേണ്ടത്. ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശത്താണ് ഞാനിത് ചേർത്ത് വെച്ച് കൊടുത്തേക്കണേ. ഇനി നമുക്കിതിൽ പിൻ കുത്തി എടുത്തതിന് ശേഷം ഞാൻ ആ ബാക്ക് സൈഡിൽ നിന്നും ഒരു 1/4 ഇഞ്ചിൽ നമ്മളിതുപോലെ കോളർ ചേർത്ത് വെച്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ക്രോസ് പീസാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1.25 ഇഞ്ച് വീതിയുള്ള ഒരു ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആ ബാക്ക് പാർട്ടിൽ ഇതുപോലെ നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ക്രോസ് പീസിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിവിടെ വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം അത് കഴിഞ്ഞിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിൽ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ നീട്ടിയിട്ട പോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ നീട്ടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് യോക്കിൻ്റെ ഉൾസൈഡാണ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്കിനി ഉൾസൈഡ് ഇതുപോലെ നമുക്ക് നിവർത്തി ഇട്ട് കൊടുക്കാം. നമുക്കിനി ക്രോസ് പീസ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ക്രോസ് പീസിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ നീട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കാം. അതിനുശേഷം നമ്മൾ ആ ക്രോസ് പീസ് ഇപ്പുറത്തെ സൈഡിലുള്ള ഭാഗം നമ്മൾ ആ തയ്യൽ തുമ്പിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് മടക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആ യോക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയെടുക്കാം.
അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം. ഇപ്പോൾ ക്രോസ് പീസ് നീണ്ടു നിൽക്കുന്ന ഭാഗം ഞാൻ ഇവിടെ ഇതുപോലെ രണ്ട് സൈഡിലും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ആദ്യം ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെക്കുക. അതിനുശേഷം ഇപ്പുറത്തെ ഭാഗം, അതായത് ഇപ്പുറത്തെ നമ്മൾ നീണ്ടു നിൽക്കുന്ന ഈ ഭാഗം ഇതുപോലെ ഈ തയ്യൽ തുമ്പിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. അപ്പോൾ കോളറ് നമ്മൾ പുറത്തേക്ക്, കോളർ ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കോളർ ഇതുപോലെ, കോളർ അതിൻ്റെ താഴേക്ക് വരരുത്, കോളർ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഈ അറ്റത്ത് എത്തുമ്പോഴും ഇതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് ഒന്ന് മടക്കുക. വീണ്ടും നമ്മൾ രണ്ടാക്കി ഒന്ന് മടക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കോട്ടൻ്റെ ക്ലോത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉൾവശമാണ് നമുക്ക് കാണുന്നത്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ ഈ കോളറിൻ്റെ താഴെയാണ് കാണുന്നത്. പുറത്തേക്കൊന്നും നമുക്ക് കാണില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് താഴത്തെ ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഞാൻ എ ലൈനായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ബാക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ യോക്ക് പാർട്ട് കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി ഞാനിവിടെ ഫ്രണ്ട് പാർട്ടാണ് നിവർത്തി ഇട്ടിരിക്കുന്നത്. നമ്മൾ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്ക് 5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈനിങ്ങും ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ മെയിൻ ക്ലോത്ത് മാത്രം ഇതുപോലെ നമ്മൾ പിടിച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് ഞാനവിടെ പിൻ കുത്തുന്നുണ്ട്. അപ്പോൾ ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഞാനവിടെ പിൻ കുത്തി വെച്ചത്. ഇനി ഇപ്പുറത്തെ സൈഡ് വശവും ഇതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ മാത്രം ഇതുപോലെ പിടിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മളവിടെ പിൻ കുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഇപ്പോൾ ഒരു ബോക്സ് ഫ്ലീറ്റാണ് വരുന്നത്. ഇനി നമുക്ക് ആ യോക്കിൻ്റെ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ചെറിയ ചെറിയ ഞെറികളാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ചെറിയ ഞെറികൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ ആ സെൻറ്റർ ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ 2 സൈഡിലേക്ക് നമ്മൾ 3 ഇഞ്ചാണ്, നമ്മളൊരു 3 ഇഞ്ചാണ് കൂടുതൽ എടുത്തത്. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തും ഒരു ബോക്സ് ഫ്ലീറ്റ് വരുന്ന രീതിയിൽ നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മളിവിടെ പിൻകുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഈ അറ്റത്തേക്ക് ഒരു പീസ് വേണം. ഒരു 3 ഇഞ്ച് വീതിയുള്ള പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ രണ്ടാക്കി മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബോക്സ് ഫ്ലീറ്റ് വരുന്ന സ്ലീവ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ കുർത്തിയുടെ ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ നല്ല വശം കുർത്തിയുടെ നല്ല വശവും ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്നും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സ്ലീവ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ 2 സൈഡ് വശത്തേക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് വശം നമ്മൾ എത്രയാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് താഴെ എത്തുമ്പോൾ ഒന്ന് ചെറുതാക്കി നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും നമുക്ക് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുർത്തിയുടെ താഴത്തെ വശം നമ്മൾ രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഞാനിവിടെ ഈ കോളറിന് ഞാൻ കുറച്ച് കട്ട് ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ അറിയുന്നുള്ളവർ ഒന്ന് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെയാണ് പ്ലീറ്റ്സ് വരുന്നത്. കൈ കുറച്ചും കൂടി ഇറക്കം വന്നാലാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു ഈ മോഡലിന്. അപ്പോൾ കൈ ഇതുപോലെയാണ് വരുന്നത്.
അപ്പോൾ ഈ കുർത്തിയുടെ ബാക്ക് പാർട്ടിലും ഇതുപോലെ തന്നെയാണ് കോളർ ബാക്ക് സൈഡിലേക്ക് വരുന്നത്. അവിടെയും നമ്മൾ ബീഡ്സ് വർക്ക് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.